ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. നിങ്ങൾ എല്ലാവരും ഞാനും നിങ്ങളും എല്ലാവരും ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നവരാണ്. സോ എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓൺലൈൻ പർച്ചേസ് ചെയ്തിട്ട് ഓൺലൈൻ പർച്ചേസ് മീൻസ് നമ്മളൊരു വെബ്സൈറ്റ് വഴി കണ്ടിട്ട് സാധനങ്ങൾ എടുത്തിട്ടുള്ളതാണ്. ഞാനല്ല കേട്ടോ, വാപ്പച്ചി എടുത്തിട്ടുള്ളതാണ്. നമുക്ക് വാപ്പച്ചി ഗൾഫിലായതുകൊണ്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തു. സോ വാപ്പച്ചി ഓർഡർ ചെയ്ത് നമ്മുടെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ വിളിച്ചു. നമ്മൾ ഈ കാർട്ട് വഴിയാണ് വന്നിട്ടുള്ളത്. ഈ കാർട്ട് വഴി നമ്മൾ വന്നിട്ട് നമ്മൾ സാധനം എടുത്തു. സംഭവം ഞങ്ങൾ വിചാരിച്ച മീഷോ എന്നാണെന്നാണ്, പക്ഷേ സംഭവം വന്നിരിക്കുന്നത് ഈ ഒരു വെബ്സൈറ്റ് വഴിയിട്ടാണ് വന്നിട്ടുള്ളത്. സോ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ, നമ്മൾ കൊടുക്കേണ്ട പേയ്മെൻറ്റ് മാത്രമേ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. ബാക്കി ഒരൊറ്റ അഡ്രസ്സോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട തിരിച്ച് റിട്ടേൺ വിടേണ്ട ഒരു ഐഡിയ പോലും ഇല്ലാത്തൊരു സംഭവമാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. വന്നിരിക്കുന്ന സാധനം 4 ടീഷർട്ടാണ് ഓർഡർ ചെയ്തത്. പക്ഷെ വന്നത് ഒരു പാൻറ്റ് തന്നെ കാണണം, ഒരു ജീൻസാണ് വന്നിരിക്കുന്നത്. ഭയങ്കര സ്മെല്ലാണ് കേട്ടോ ഇതിന്. ഭയങ്കര സ്മെൽ വെച്ചാൽ നമുക്ക് നോർമലി അവിടെ നിൽക്കുന്നവർക്കൊന്നും നിൽക്കാൻ പറ്റില്ല, അതുപോലത്തെ ഒരു സ്മെല്ലാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഒരു ഭയങ്കര ചീപ്പായിട്ടുള്ള സാധനം, കീറി പഞ്ചറായ അഴുക്ക് പിടിച്ച ഒരു പാൻറ്റാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. പിന്നെ മൊത്തം ഞാൻ ആദ്യം വെച്ചിട്ട് മോഡലായിരിക്കുന്നു, പക്ഷേ പിന്നെ മനസ്സിലായത് പാൻറ്റിൽ മോഡലൊന്നും കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ മൊത്തം കീറി പഞ്ചറായിട്ടുള്ള തുണിയാണ് വന്നിരിക്കുന്നത്. മൊത്തവും അഴുക്ക്, വേസ്റ്റായിട്ട് കളയാൻ പറ്റുന്ന സാധനം എനിക്കൊന്ന് കിട്ടിപ്പോയി നമുക്ക് വരത്തില്ലേ, ആ ഒരു സംഭവമാണ് എനിക്ക് ഓർമ്മ വന്നത്. സോ അങ്ങനെ തന്നെന്തോ സാധനമാണ്. പിന്നെന്താണ് 1000 രൂപയ്ക്കാണ് കേട്ടോ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. 1149 ഇതിനൊരു സാധനത്തിന് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിച്ചിരിക്കുന്നത് ടീഷർട്ടാണ്. നല്ല ക്വാളിറ്റിയുള്ള ടീഷർട്ട് തന്നെയാണ് അവർ പിക്ചറിൽ കാണിച്ചതുപോലെ തന്നെ ഓർഡർ ചെയ്തത്. പക്ഷേ വന്ന സാധനം എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു ഐറ്റമാണ്. ഷർട്ടെന്ന് പറയാൻ കൊള്ളത്തില്ല. നമ്മൾ ഈ തട പിടിക്കാനൊക്കെ എടുക്കുന്ന ഒരു വേസ്റ്റ് തുണിയില്ലേ, നമ്മളെ പഴഞ്ചൻ തുണിയൊക്കെ നമ്മൾ ഇടുന്ന ആ തട പിടിക്കാൻ തുണി ഇതിനെക്കാട്ടിയും ബെസ്റ്റാണെന്ന് തോന്നുന്നു എനിക്ക്. അതുപോലത്തെ കോളറൊക്കെ ഇങ്ങനെ പിഞ്ചി കൈയൊക്കെ കീറി ഏതോ ഒരു ബ്രാൻഡാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ബ്രാൻഡൊന്നും അല്ല എങ്കിൽ പോലും അവർ യൂസ് ചെയ്യാത്ത ഏതോ ഒരു പാട്ട സാധനമാണ് നമുക്ക് പൊതിഞ്ഞിട്ട് ഇവിടെ തന്നിരിക്കുന്നത്. സോ നിങ്ങൾ ഒരിക്കലും എൻ്റെ എനിക്ക് ഇതിന് മുമ്പൊരു അനുഭവം വന്നിട്ടുണ്ട്. സോ എന്താണെന്ന് വെച്ചാൽ ഞാനിതുപോലെ ഒരു ഫുള്ളായിട്ടുള്ള ഗൗൺ കണ്ടപ്പോഴത്തേനും ഇതുപോലെ നമ്മളിങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്ക്രോൾ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ആഡ്സ് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ യൂട്യൂബിൽ അങ്ങനെ കാണാറില്ല, പക്ഷേ അതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ ആഡ്സ് കാണുമ്പോൾ ഞാൻ വെച്ചിരിക്കും കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ടൊരു പിങ്ക് ഷെയ്ഡിലുള്ളൊരു എന്താ പറയുക ഒരു ചുരിദാർ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഞാനപ്പോൾ അത് പർച്ചേസ് ചെയ്തു. എന്നിട്ട് ഞാൻ വർക്കിനൊക്കെ കിട്ടിയ പൈസയൊക്കെ ഞാൻ ക്രാഫ്റ്റൊക്കെ ചെയ്യായിരുന്നു. സോ ആ ഒരു ക്യാഷൊക്കെ ഞാൻ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ച് സേവ് ചെയ്തൊക്കെ ആക്കി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വിചാരം 800 സംതിങ് റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഡ്രസ്സിന്. ഞാനങ്ങനെ ഓർഡർ ചെയ്ത് വരുത്തി. സൂറത്തിൽ നിന്നാണ് അത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സൂറത്തിലൊക്കെ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഡ്രസ്സിൻ്റെ ആ ഒരു ഏരിയ ആണ്. അപ്പോൾ അത്രയും ലോ കോസ്റ്റിൽ അത് കിട്ടണമെങ്കിൽ അവർ അവർ ഉണ്ടാക്കിയിട്ടുള്ളതുകൊണ്ട് അവരുടെ ഒരു മാനുഫാക്ചറിങ് ആ സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷെ വന്നപ്പോഴത്തേനും നമുക്ക് ഇവർക്ക് ക്യാഷ് കൊടുക്കാതെ നമുക്ക് ഒരിക്കലും അത് ഓപ്പൺ ആക്കാൻ പറ്റില്ലല്ലോ. സോ ഞാൻ ക്യാഷ് ആക്കി കൊടുത്തിട്ട് ഞാൻ 800 സംതിങ് രൂപ അതിനകത്ത് കൊടുത്തിട്ട് ഞാനത് പൊട്ടിച്ച് വീട്ടിൽ വന്ന് നോക്കിയപ്പോഴേക്കും ആകെ ഷോക്കായിപ്പോയി. കാരണം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത സാധനം, നമ്മൾ പർച്ചേസ് ചെയ്ത ഒരു സാധനം, പക്ഷേ വന്നിരിക്കുന്നത് വെറും ചീപ്പ് ക്വാളിറ്റിയിലുള്ള സാധനമാണെങ്കിൽ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത് നമ്മൾ പൈസയൊക്കെ ശേഖരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ക്യാഷിന് അത്രയും വാല്യൂ ഉള്ള ടൈമായിരുന്നു ആ ടൈം എന്ന് പറഞ്ഞാൽ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, പക്ഷേ ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈറ്റൊക്കെ ആയ സമയത്താണ് ഞാൻ അവർ കളക്ട് ചെയ്ത് വെച്ചിട്ട് പൈസയാണ് അവരതേപടി കൊണ്ടുപോയി കളഞ്ഞത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാഷിനൊരു വാല്യൂ ഉണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നശിപ്പിച്ച് കളയരുത്. ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റ് വഴി. അത് പിന്നെ ഒരു സാരിയാണ് കേട്ടോ എനിക്ക് വന്നിട്ടുള്ളത്. അത് നമുക്ക് യൂസ് ആക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു യൂസ് ആക്കാൻ പറ്റിയ സാധനമേ അല്ല. റിട്ടേൺ ഇവിടെ യാതൊരു ഓപ്ഷനും ഇല്ല. നമുക്ക് ഇവർ ഈ കാർട്ട് വഴിയാണെങ്കിലും മറ്റും നമുക്ക് കൊറിയർ വരുമ്പോഴത്തേനും നമുക്ക് കൊറിയർ ബോയിനോട് നമുക്ക് സംസാരിക്കാം, ഡെലിവറി ബോയിനോട് നമുക്ക് സംസാരിക്കാം. പക്ഷേ നമ്മൾ ക്യാഷ് കൊടുത്ത് നമ്മൾ ഉദ്ദേശിച്ച സാധനമല്ല നമുക്ക് പൊട്ടിച്ച് നോക്കിയപ്പോൾ കിട്ടിയിരിക്കുന്നതെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരെ പറഞ്ഞിട്ടോ അവരെങ്കിലും കേസ് കൊടുക്കുന്ന ഒരു കാര്യമില്ല. നമ്മുടെ മിസ്റ്റേക്കാണ്. നമ്മൾ വെബ്സൈറ്റ് വഴി മറ്റും ചെയ്യുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഒരു പണി കിട്ടുന്നത്. നിങ്ങൾ ബ്രാൻഡിലുള്ള മീഷോ, അജിയോ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഓൾമോസ്റ്റ് എല്ലാവരും യൂസ് ചെയ്യുന്ന ആ ബ്രാൻഡ് ആപ്പാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. ഇനി നിങ്ങൾക്ക് അതുപോലെ തന്നെ ഈ മീഷോയ്ക്കകത്ത് നിങ്ങൾക്ക് പണി കിട്ടുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അത് അവർക്കൊരു മിസ്റ്റേക്ക് ആയിരിക്കാം, പക്ഷേ നമ്മളത് റിട്ടേൺ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ. നമ്മളിപ്പം പൈസ കൊടുക്കാതെ അല്ലെങ്കിൽ ക്യാഷ് കൊടുത്തിട്ട് നമുക്ക് ആ സാധനം ഓൺലൈൻ ഷോപ്പ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഡെലിവറി ബോയ് നമുക്ക് ക്യാഷ് കൊടുക്കാതെ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് കിട്ടുകയോ അല്ലെങ്കിൽ അത് പൊട്ടിച്ച് നോക്കിയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നമുക്ക് കിട്ടത്തില്ല. അങ്ങനെ കിട്ടത്തില്ലല്ലോ. നമുക്ക് പൊട്ടിച്ച് നോക്കിയിട്ട് റിട്ടേൺ അയാളുടെ ഇതിനെ കൊടുക്കാനോ അല്ലെങ്കിൽ അയാൾ
നമുക്ക് പൈസ തന്നിട്ട് അയാൾ വാങ്ങിച്ചുകൊണ്ട് പോകണം. അങ്ങനത്തെ ഒരു സംഭവമൊന്നും ഇതുവരെ എനിക്കറിയത്തില്ല. അന്ന് എനിക്കങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോഴും എനിക്ക് റിട്ടേൺ വേണമല്ലോ, ഞാൻ മെയിലൊക്കെ അയച്ചു. എന്നിട്ട് അവർക്കൊക്കെ കുറേ മെയിൽ അയച്ചു, അവരെ കോൾ ചെയ്യാൻ നോക്കി, അതിനകത്ത് അഡ്രസ്സ് തിരിച്ചയക്കാൻ നോക്കി, എന്നിട്ടൊന്നും രക്ഷയുണ്ടായിരുന്നില്ല. സോ ഇതും അതുപോലെ തന്നെയാണ്. ഈ ഒരു പിറ സാധനം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് അഡ്രസ്സോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളിപ്പം എന്താക്കുക, ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്തിട്ട് കിട്ടുന്ന സാധനമാണെങ്കിലും ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തിട്ടാണ് ചെയ്യുന്നതും. മറ്റൊക്കെ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ ക്യാഷ് പോയി എന്ന് പറയാം. പക്ഷേ ഇപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി വഴിയാണ് നമുക്കിപ്പോൾ നമ്മുടെ ക്യാഷ് പോയിരിക്കുന്നത്. സോ നിങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മീഷോ വഴി നിങ്ങൾക്ക് എന്താക്കാൻ പറ്റില്ല, അജിയോയിലോ അല്ലെങ്കിൽ എല്ലാത്തിലും അവർ റിട്ടേൺ പോളിസി വെക്കുന്നുണ്ട്. സോ നിങ്ങളതൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എന്താക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് ബൈ ചാൻസ് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾക്ക് ഫിറ്റ് അല്ല എങ്കിൽ റിട്ടേൺ കൊടുക്കാനുള്ള പോളിസി ഉള്ള ആപ്പിൽ മാത്രമേ നിങ്ങൾ എന്താക്കാവുള്ളൂ, പർച്ചേസ് ചെയ്യാവുള്ളൂ. ഇതിപ്പം 1100 രൂപ നമുക്ക് നഷ്ടമായി. ഇപ്പം ഞങ്ങൾക്ക് നഷ്ടമായി സമ്മതിച്ചു. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിൽ ഏതെങ്കിലും വെബ്സൈറ്റിൽ ഇങ്ങനെ ആഡ്സും കാര്യങ്ങളും വന്നിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. ഇപ്പോൾ കിട്ടിയ പണി ഞങ്ങൾക്ക്, കിട്ടിയ പണി നിങ്ങൾക്കും കിട്ടരുത്. സോ അതുകൊണ്ട് നിങ്ങൾ എന്താക്കുക, ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക. എത്ര ചീപ്പ് റേറ്റാണ് അതിനകത്ത് കാണിക്കുന്നതെങ്കിലും നിങ്ങൾ അത്രയേ ഉള്ളല്ലോ എന്ന് പറഞ്ഞാൽ അതിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ അത്രയും ക്യാഷ് നമുക്ക് പോയി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും അത്രയും ക്യാഷ് നമ്മുടെ പോയില്ലേ എന്ന് വിചാരിക്കും. അതിൽ നല്ലതാണ് ചിന്തിച്ച് നമ്മൾ നേരത്തെ തന്നെ എന്താക്കുക, ഇങ്ങനെ മീഷോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ആപ്പ് വഴിയിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്യാഷ് പോകാതെ കിട്ടും. അല്ലെങ്കിൽ ക്യാഷും പോകും, നമുക്ക് ഡ്രസ്സും കിട്ടില്ല, നമ്മൾ പർച്ചേസ് ചെയ്ത പ്രൊഡക്റ്റും കിട്ടത്തില്ല, എവിടെയും കംപ്ലയിൻറ്റ് ചെയ്യാനും പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല, അവസ്ഥ വരും. സോ അതുകൊണ്ട് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം ചെയ്യുക. ഇപ്പം മീഷോയിലൊക്കെ ഞാൻ മീഷോ ആണെങ്കിലും അജിയോയിലാണെങ്കിലും ഏതിനകത്താണെങ്കിലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എവിടെയാണ് റിട്ടേൺ പോളിസി ഇവിടെ കാണിക്കുന്നത്. ഇപ്പം ഞാൻ മീഷോയിലാണ് കാണിച്ചിരിക്കുന്നത്. മീഷോയിൽ നമ്മളിപ്പോൾ ഏത് പ്രൊഡക്റ്റ് എടുത്താലും അതിനകത്ത് അടിയിൽ നമ്മൾ ലാസ്റ്റ് പോകുമ്പോഴത്തേനും അവർ താഴെയായിട്ട് കൊടുക്കുന്നുണ്ട് 7 days അല്ലെങ്കിൽ 12 days ഫ്രീ ഡെലിവറി കാണിക്കുന്നത്. അതിന് താഴെ നമുക്ക് കാണാൻ പറ്റും ഡെലിവറി ഫ്രീ ക്യാഷ് ഓൺ ഡെലിവറി. അതിൻ്റെ ഇപ്പുറത്ത് 7 days റിട്ടേൺ പോളിസി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അജിയോയിലും കാണിക്കുന്നുണ്ട്. ഞാൻ 2 ആപ്പേ മാത്രമേ കാണിക്കുന്നുള്ളൂ. അജിയോയിലും അവർ റിട്ടേൺ പോളിസി കാണിക്കുന്നുണ്ട്. 10 days ആണ് അജിയോയിൽ കാണിക്കുന്നത്. സോ എന്തായാലും നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് അങ്ങനെ ചെയ്യുക. എൻ്റെ അനുഭവം അല്ലെങ്കിൽ ഞങ്ങളുടെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. സോ എന്തായാലും ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ ബൈ.